നമസ്തേ. ലൈഫ് ഓഫ് ഹെമയുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ചാനൽ കാണുന്നുണ്ടല്ലോ അല്ലേ? സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ നമ്മുടെ വിജയം. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം മറക്കരുത് കേട്ടോ. ഇന്ന് കുറച്ച് ഒഴിവ് സമയം, ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ചെടികൾ കുറച്ച് നാളെ പരിപാലിക്കും. സമയം കിട്ടാറില്ല അതുകൊണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് സമയമുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചൺ വേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ വളം, ആ വളം കൊടുത്തിട്ട് നമ്മളിങ്ങനെയാണ് പൂക്കളും കായ്കളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ. ഇതൊക്കെ ഈ ചെടിച്ചട്ടികൾ കണ്ടോ, ഇതൊക്കെ റീപോർട്ട് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇതിൻ്റെ ചെടികളൊക്കെ പറിച്ച് വെച്ചു. മഴക്കാലമായല്ലോ, വർഷക്കാലമായി നമ്മൾ റീപോർട്ട് ചെയ്യണം. കണ്ടോ, ഈ മണ്ണൊക്കെ മാറ്റി നല്ല വേറെ ഇതാണ് കിച്ചൺ വേസ്റ്റ്. നമ്മൾ ഉണ്ടാക്കി വെച്ച കിച്ചൺ വേസ്റ്റ് കണ്ടോ. യാതൊരു സ്മെല്ലും ഇല്ല, ഒന്നുമില്ല. പൊടിയായിട്ട് കിട്ടി. 20 ദിവസം കൊണ്ട് പൊടിയായിട്ട് കിട്ടും. ഇനി എൻ്റെ ചെടികൾ കാണാം. ഇതാ മുകളിലുള്ള ചെടികൾ കണ്ടോ. ഇത് ഭംഗിയല്ലേ. ഇവിടെ നല്ല കാറ്റുണ്ട്, നല്ല വൈബാണ് അതിൻ്റെ മുകളിൽ. ഇതാദ്യമായിട്ട് ഇതേ ഫ്ലവർ ചെയ്ത യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന ഫ്ലവർ കണ്ടോ. എന്താ ഇതിന് കുറച്ച് വളക്കുറവുണ്ട്, നോക്കാൻ ടൈം കിട്ടാഞ്ഞിട്ട്. ഇതാ നിറയെ പൂ മുട്ടിട്ടുണ്ട്. ജമന്തി പൂക്കളൊക്കെ കണ്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം, നല്ല നല്ല കമൻറ്റുകൾ അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയണം കേട്ടോ, സജഷൻ പറയണം, ടെക്സ്റ്റ് ചെയ്യണം. ഒത്തിരി പേര് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് ഫേസ് പാക്കൊക്കെ പുതിയത് ഇടണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ചെയ്യാവുന്ന ഇനി അടുത്ത വ്ളോഗിൽ ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തും. ഓക്കെ. അപ്പോൾ ഇതാ റോസ്. ഇതാ കണ്ടോ, മുളകൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ നിറയെ പൂത്തിട്ടുണ്ട്. ഇത് ബ്രിഞ്ചൽ, വയലറ്റ് വഴുതന കണ്ടോ നിറയെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഇടയിലൊക്കെ നോക്കിയാൽ കാണാനുണ്ടോ? കാണാനുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതൊക്കെ പൂത്തിട്ടേ ഉള്ളൂ. ഇത് കാന്താരി മുളക് നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ. കാറ്റത്ത് ഒടിയാതിരിക്കാൻ ഞാൻ സെക്യൂർ ചെയ്തിരിക്കുക. കണ്ടോ, ഇതൊക്കെ പൂത്തിട്ടുണ്ട്. ഈ തക്കാളിക്ക് ഉണ്ടാവുന്നേ ഉള്ളൂ. താഴെയൊക്കെ തക്കാളി പൂത്ത് കായ പിടിച്ചിട്ടുണ്ട്. ഇത് ബീറ്റ്റൂട്ട്, വെണ്ട കായ ഇത് പൂത്തിട്ടുണ്ട്. ഇത് ഗ്രീൻ കളർ, ഇത് റെഡ് കളറാണ് തോന്നുന്നു. പൂത്ത് ഇതേ കായ്ക്കൾ ഉണ്ടായി തുടങ്ങുന്നു. ഇനി വേറൊരു കാര്യം കാണിച്ചു തരട്ടെ. കണ്ടോ, താഴേക്ക് നോക്കൂ. ഒരമ്മ താഴെ നിറയെ പൂക്കൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നുണ്ടോ. ചെത്തി, ചെമ്പരത്തി, റോസ്. ഈ ഗാർഡനിലില്ലാത്ത ഒറ്റ ചെടികളില്ല. അത്രയ്ക്കധികം വെറൈറ്റി ചെടികൾ. ഈ അമ്മ വയസ്സായി, അതങ്ങനെ വരച്ച് നടന്നാലും അമ്മ എല്ലാ ചെടികളെയും നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മളെ പോലുള്ളവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമോ. കുറച്ച് നമുക്ക് സ്ഥലമില്ലെങ്കിലും ചെയ്ത് നോക്കണം, ട്രൈ ചെയ്യാം അല്ലേ. കുറേ കാലമായിട്ട് ചെടികളോട് പ്രണയമുണ്ട് എനിക്ക്. സമയം കിട്ടുമ്പോഴൊക്കെ ഒരു 3-4 ചെടികൾ ഞാൻ വെച്ച് പിടിപ്പിക്കാറുണ്ട്, സ്ഥലം ഉണ്ടായാലും ഇല്ലാത്തടത്തും. ഓക്കെ, കണ്ടോ, ഇഷ്ടപ്പെട്ടോ? ഒരു വയസ്സായ അമ്മയാണ് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു ഗാർഡൻ നടത്തുന്നത്. കണ്ടോ, അമ്മേനെ അടുത്ത വ്ളോഗിൽ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ വളം ഇടണമുണ്ടോ, ഈ വളം നമുക്ക് ഇടുന്നത് കാണിക്കാം. കിച്ചൺ വേസ്റ്റ് കൊണ്ട് 0 ബഡ്ജറ്റിൽ നമുക്ക് ചെടി എങ്ങനെ വളർത്താം എന്നാണ്. കണ്ടോ പൊടിയായിട്ടുണ്ടോ. ഒരു പിടി, ഒരല്പം മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇങ്ങനെ ഇട്ടോളൂ. വലിയ സമയമൊന്നും വേണ്ട. കാണുന്നുണ്ടല്ലോ അല്ലേ.
കാണുന്നുണ്ടോ? നല്ല കാറ്റാണ്, അതുകൊണ്ട് ഇത് മറിഞ്ഞു വീഴുന്നു. കണ്ടോ? കാറ്റ് കാണിച്ചു തരാം. കണ്ടോ? മുകളിൽ നിന്നിട്ട് ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് കാണാം. നല്ല ഭംഗിയാണ് ഇവിടെ, നല്ലൊരു സ്ഥലത്താണ്. കണ്ടോ? ഇത് ഇങ്ങനെ ഒരു പിടി, കുറച്ച് മതി, ഓരോ പിടി ഇട്ട് കൊടുത്താൽ ആഴ്ചയിൽ ഒരു പിടി ബസ്. വലിയ പൂക്കളും കൈകളും ഉണ്ടാവും. നമുക്കെന്താ ചാണകപ്പൊടിയോ ഗോമൂത്രമോ ഒന്നും മേടിച്ച് പൈസ കളയണ്ട അല്ലേ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് തന്നെ ഉപയോഗിച്ച് നമുക്ക് വളം നിർമ്മിക്കാം, ചെടികൾ ഉണ്ടാക്കിയെടുക്കാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം കേട്ടോ. ഒന്നുകൂടി പറയുന്നു, എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം. ബൈ.